ഇന്ന് 2024 ജൂലൈ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച ദിവസമാണ്. റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്, ഈ വർഷം ഓണത്തിന് ചില വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ്. അതോടൊപ്പം തന്നെ ജൂലൈ മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യവും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ ഓണം വാരാഘോഷം സെപ്റ്റംബർ 13 മുതൽ 19 വരെ നടക്കും. ഓണത്തിന് മഞ്ഞ വിഭാഗത്തിന് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുമെന്നും സ്പെഷ്യൽ പഞ്ചസാര വിതരണം ഉണ്ടാകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഓണം മേളകൾ, ഓണം മാർക്കറ്റുകൾ, പച്ചക്കറി കൗണ്ടറുകൾ, പ്രത്യേക സെയിൽസ് പ്രൊമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ, ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ മുതലായവ സംഘടിപ്പിക്കും. ഇതിന് സപ്ലൈകോയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഹോർട്ടികോർപ്പിന്റെ പ്രത്യേക പച്ചക്കറി ചന്തകൾ ആരംഭിക്കും. എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകളും ഉണ്ടാകും. കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ സബ്സിഡി വിപണികൾ ആരംഭിക്കും. AAY അതായത് മഞ്ഞ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യും. സ്പെഷ്യൽ പഞ്ചസാര വിതരണവും അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരമുള്ള അരി വിതരണവും ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകളൊക്കെ സപ്ലൈകോ ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്രയും ആനുകൂല്യങ്ങളാണ് ഓണത്തിന് മുൻപ് കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കാനുള്ളത്. ഇതിൽ കിറ്റുകൾ മഞ്ഞ വിഭാഗത്തിന് മാത്രമാണ് എങ്കിൽ മറ്റു ഓണച്ചന്തകളും സപ്ലൈകോ ചന്തകളിൽ നിന്നൊക്കെ സാധനങ്ങൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റും. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത്, സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം സജീവമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ജൂലൈ മാസത്തിലെ റേഷൻ വാങ്ങാൻ സാധിക്കുന്നതാണ്. വ്യത്യസ്ത കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ സ്കിൽ കാണിച്ചിരിക്കുന്ന ഈ രീതിയിലാണ്. ഇനി 2-3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ദിവസത്തിനകം തന്നെ നിങ്ങൾ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഈ മാസം അവസാനത്തോടു കൂടി അവസാനിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കാൻ കുറച്ച് ദിവസം വൈകിയിരുന്നു. ആ ഒരു ദിവസം ഓഗസ്റ്റ് മാസത്തിലേക്ക് ലഭിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും അവസാന തീയതിയിലേക്ക് കാത്തു നിൽക്കാതെ ആരെങ്കിലും വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുക. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത്, മഞ്ഞ പിങ്ക് വിഭാഗത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ 3 മാസമായി നിങ്ങൾ റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ, തുടർച്ചയായി 3 മാസം നിങ്ങൾ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മുൻഗണനാ വിഭാഗത്തിലെ കാർഡ് മാറ്റി പകരം പൊതുവിഭാഗത്തിലേക്ക് മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 3 മാസമൊക്കെ തുടർച്ചയായി റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഈ ഒരു സബ്സിഡി ആനുകൂല്യത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ജില്ലകളിൽ നിരവധി കാർഡുകളാണ് മാറ്റിയിട്ടുള്ളത്. വ്യക്തമായ കാരണം കാണിച്ചാൽ അത് നിങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് തന്നെ മാറ്റി നൽകുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായി അതല്ലെങ്കിൽ നിങ്ങൾ അത് വാങ്ങാതെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് 2024 ജൂലൈ മാസത്തിൽ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യമാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.